ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 2023 നടന്ന കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള മാത്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: എ ഷോപ്പ് കീപ്പർ സെൽസ് എ ആർട്ടിക്കിൾ അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 10%. ഇഫ് ഹി ഹാഡ് ബോട്ട് ഇറ്റ് അറ്റ് 8% ലെസ് ആൻഡ് സോൾഡ് ഇറ്റ് ഫോർ ₹8 more, he would have gained 20% profit. The cost price of the article is A. ₹200, option B. ₹2000, option C. ₹1000 and option D. ₹125. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: എ ഷോപ്പ് കീപ്പർ സെൽസ് എ ആർട്ടിക്കിൾ അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 10%. ഒരു ഷോപ്പ് കീപ്പർ തൻ്റെ ആർട്ടിക്കിൾ 10% ലാഭത്തിന് വിൽക്കുന്നു. ഇഫ് ഹി ഹാഡ് ബോട്ട് ഇറ്റ് അറ്റ് 8% ലെസ് ആൻഡ് സോൾഡ് ഇറ്റ് ഫോർ ₹8 more, ഒരു പക്ഷേ അയാൾ ആ ആർട്ടിക്കിൾ ഇപ്പോൾ വാങ്ങിയതിനേക്കാൾ 8% കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുകയും ₹8 കൂട്ടി വിൽക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഹി വുഡ് ഹാവ് ഗെയിൻഡ് 20% പ്രോഫിറ്റ്. അയാൾക്ക് 20% ലാഭം ലഭിക്കുമായിരുന്നു. ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ആർട്ടിക്കിൾ ഈസ്, അങ്ങനെയെങ്കിൽ ആ ആർട്ടിക്കിൾ വാങ്ങിയ വില എന്ത്? അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു ഷോപ്പ് കീപ്പർ ഒരു ആർട്ടിക്കിൾ 10% ലാഭത്തിന് വിൽക്കുന്നു. അയാൾ ആ ആർട്ടിക്കിൾ 8% വില കുറച്ച് വാങ്ങി ഇപ്പോൾ വിറ്റ വിലയേക്കാൾ ₹8 കൂട്ടി വിറ്റിരുന്നെങ്കിൽ അയാൾക്ക് 20% ലാഭം ലഭിക്കുമായിരുന്നു. അങ്ങനെയെങ്കിൽ ആ ആർട്ടിക്കിളിൻ്റെ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കുക. റൈറ്റ്? അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതാണ്. ആദ്യം അയാൾ നമുക്ക് ബൈ സെൽ. അപ്പോൾ ആദ്യം അയാൾ 100% വിലയ്ക്ക് സാധനം വാങ്ങുന്നു. റൈറ്റ്? എന്നിട്ട് അയാൾ വിൽക്കുന്നത് 10% പ്രോഫിറ്റിൽ, അതായത് 110% വിൽക്കുന്നു. അടുത്ത് പറയുന്നത് ഇഫ് ഹി ഹാഡ് ബോട്ട് ഇറ്റ് അറ്റ് 8% ലെസ്, അയാൾ ആ ആർട്ടിക്കിൾ 8% വിലക്കുറവിൽ വാങ്ങിയിരുന്നെങ്കിൽ, അതായത് 92%, 100ൽ നിന്നും 8% കുറയ്ക്കുക, അപ്പോൾ 92% വിലയ്ക്ക് വാങ്ങിച്ചിരുന്നെങ്കിൽ, കൂടാതെ സോൾഡ് ഇറ്റ് ഫോർ ₹8 more, ₹8 കൂട്ടി വിറ്റിരുന്നെങ്കിൽ, ഇപ്പോൾ വിൽക്കുന്നത് നേരത്തെ വിറ്റതിനേക്കാൾ, നേരത്തെ 110%ാണ് വിറ്റത്, അതിനേക്കാൾ ₹8 കൂട്ടി വിൽക്കുന്നു. അങ്ങനെയെങ്കിൽ അയാൾക്ക് 20% പ്രോഫിറ്റ് ലഭിക്കുന്നു. അപ്പോൾ അയാളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 20%. ഓക്കെ. അപ്പോൾ കണ്ടുപിടിക്കാനുള്ള കോസ്റ്റ് പ്രൈസ്, അതായത് 100% കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇതിലെ കണ്ടീഷൻ എന്താണ്? അയാൾ 8% കുറച്ച് വാങ്ങി വിൽക്കുന്നത് നേരത്തെ വിറ്റതിനേക്കാൾ ₹8 കൂട്ടി വിറ്റാൽ അയാൾക്ക് 20% പ്രോഫിറ്റ്. അപ്പോൾ ഇയാൾ വാങ്ങുന്നത് എത്രയാണ്? 92%. അപ്പോൾ 20% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്ര % വിൽക്കണം? അതായത് വാങ്ങിയത് 92%, ഇതിൻ്റെ 20% എന്നുള്ള എത്രയാണ്? 10% 9.2, 20% ആകുമ്പോൾ 18.4, 18.4. അതായത് അയാൾ വിൽക്കുന്നത് ടോട്ടൽ % നോക്കിയാൽ 4, 8 2 10, 1 ശിഷ്ടം 9 1 10, 1 11. അതായത് നമ്മൾ ഈ ശതമാനത്തിൽ പറയുകയാണെങ്കിൽ 110.4% വിൽക്കുന്നത്. അതായത്
അയാൾ വിൽക്കുന്ന എമൗണ്ട് പ്ലസ് 8, അതായത് 110 അതിനോട് 8 കൂട്ടിയാൽ അത് കിട്ടുന്ന പെർസെൻറ്റ് എത്രയാണ്? 110.4%. റൈറ്റ്. അതായത് വാങ്ങുന്ന 92% അയാൾക്ക് 20% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ അയാൾ 110.4% വിൽക്കണം. അയാൾ നേരത്തെ വിറ്റ എത്രയാണ്? 110%. 110%. അയാൾ ഇവിടെ കൂട്ടി എത്രയാണ്? 8 രൂപയാണ് കൂട്ടിയത്. അപ്പോൾ അയാളുടെ ശതമാനം എത്രയായി? 110.4%. അതായത് ഈ 8 എന്ന് പറയുന്നത് എന്താണ്? ഈ 100%ൻ്റെ 0.4%. അതായത് 0.4% എന്തിന് ഈക്വലാണ്? 8 രൂപയ്ക്ക് ഈക്വലാണ്. റൈറ്റ്. 0.4 എന്ന് പറയുന്നത് 8 രൂപയ്ക്ക്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കുക? കോസ്റ്റ് പ്രൈസ്, അതായത് 100% കണ്ടുപിടിക്കാനുള്ളത്. അതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാവുന്ന ശതമാനം താഴെ എഴുതുക, 0.4 കണ്ടുപിടിക്കാനുള്ളത് ന്യൂമറേറ്ററിൽ എഴുതുക, 100% ഇൻറ്റു തന്നിട്ടുള്ള എമൗണ്ട്. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4 നമുക്ക് ചെയ്യാമല്ലോ. 4 കൊണ്ടിനെ ചെയ്ത് നോക്കാം. 4 കൊണ്ട് 8നെ ക്യാൻസൽ ചെയ്യുക. അപ്പോൾ എത്ര വരും? 2 വരും. ഇവിടെ 0.4 അപ്പോൾ ഇതിനെ ഗുണിച്ചിട്ട് ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. അതായത് ഇത് ഗുണിക്കുമ്പോൾ 200. ഈ 0.4 നമ്മൾ ചെയ്തത്. ഒരു സ്ഥാനം മാറി, അതുകൊണ്ട് റൈറ്റ് സൈഡ് ഒരു സൈഡ് മാറ്റി. അപ്പോൾ 200. അതായത് 100% എന്ന് പറയുന്നത് 2000 രൂപയാണ്. അതായത് ആ സാധനം വാങ്ങിച്ച കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 2000 രൂപ. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ബി ആണ് ആൻസർ. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഒരു ഷോപ്പ് കീപ്പർ ഒരു ആർട്ടിക്കിൾ 10% പ്രോഫിറ്റിൽ വിൽക്കുന്നു. അയാളത് 8% വില കുറച്ച് വാങ്ങി നേരത്തെ വിറ്റതിനേക്കാൾ 8 രൂപ കൂട്ടി വിറ്റുന്നെങ്കിൽ അയാൾക്ക് 20% പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. അതായത് ഇപ്പോൾ എത്രയാണോ വാങ്ങിച്ചത് അതിൻ്റെ 20%. ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ആർട്ടിക്കിൾ എങ്കിൽ ആ സാധനം അല്ലെങ്കിൽ ആ ആർട്ടിക്കിൾ വാങ്ങിയ വിലയാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ആദ്യം വാങ്ങിയത് നമ്മൾ 100% എടുത്തു. അത് 10% പ്രോഫിറ്റിൽ വിൽക്കുന്നു, അതായത് 10% വിൽക്കുന്നു. അതായത് 100% വിലയ്ക്ക് വാങ്ങിയത് 110% വിൽക്കുന്നു. അടുത്ത് പറഞ്ഞ കണ്ടീഷൻ, നേരത്തെ എത്ര രൂപയ്ക്കാണോ വാങ്ങിയത് അതിൻ്റെ 8% കുറച്ച് വാങ്ങിയിരുന്നെങ്കിൽ, അതായത് നേരത്തെ 100% വിലയ്ക്കാണ് വാങ്ങിയത്, ഇപ്പോൾ 8% കുറയ്ക്കുമ്പോൾ 92%. അത് വാങ്ങിയിട്ട് നേരത്തെ വിറ്റതിനേക്കാൾ 8 രൂപ കൂട്ടി വിറ്റാൽ, നേരത്തെ എത്ര രൂപയ്ക്കാണ് വിറ്റത് അതിനേക്കാൾ 8 രൂപ കൂട്ടി വിറ്റാൽ അയാൾ വാങ്ങിയ വിലയേക്കാൾ 20% പ്രോഫിറ്റ് കിട്ടുമെന്ന് പറഞ്ഞത്. അപ്പോൾ അയാൾ വാങ്ങിയത് 92%-ന് അതിൻ്റെ 20% പറയുമ്പോൾ 18.4. നമുക്കത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 110.4%. അതായത് ആക്ച്വൽ കോസ്റ്റ് പ്രൈസാണ് 100% ആയിരുന്നാൽ അയാൾ വിൽക്കുന്നത് 110.4%. നേരത്തെ വിറ്റത് 110%, ഇപ്പോൾ 110.4. അവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 8 രൂപയാണ്. അതായത് 0.4 എന്ന് പറയുന്നത് 8. അപ്പോൾ 100% എന്ന് പറയുന്നത് 2000. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ദ റേഷ്യോ ഓഫ് ദ 21st term to the 13th term of an AP is 3:4. Then the ratio of the sum of the first 10 terms to the sum of the first 31 terms is option A 115:682, option B 115:131, option C 5:31, option D 23:22. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ദ റേഷ്യോ ഓഫ് ദ 21st term to the 13th term of an AP is 3:4.
ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ, അതായത് സമാന്തര ശ്രേണിയിലെ 21-ാം പദവും 30-ാം പദവും തമ്മിലുള്ള അംശബന്ധം 3:4 അപ്പോൾ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ 21-ാമത്തെ പദവും 30-ാമത്തെ പദവും തമ്മിലുള്ള അംശബന്ധം 3:4. Then the ratio of the sum of the first 10 terms to the sum of the first 31 term is. അങ്ങനെയെങ്കിൽ ആ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 10 നമ്പറുകളുടെ തുകയും അതേ സമാന്തര ശ്രേണി തന്നെ ആദ്യത്തെ 31 പദങ്ങളുടെ തുകയും തമ്മിലുള്ള അംശബന്ധം കണ്ടുപിടിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു സമാന്തര ശ്രേണിയിൽ 21-ാം പദവും 30-ാം പദവും തമ്മിലുള്ള അംശബന്ധം 3:4. അങ്ങനെയെങ്കിൽ ആ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 10 നമ്പറുകളുടെ തുകയും ആദ്യത്തെ 31 പദങ്ങളുടെ തുകയും തമ്മിലുള്ള അംശബന്ധം കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മൾ സ്കൂൾ തലത്തിലൊക്കെ ചെയ്തിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് പ്രകാരമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന് ഈസി മെത്തേഡ് അറിയാമെങ്കിൽ തീർച്ചയായും ഇതിന് കമൻറ്റ് ബോക്സ് നൽകുക. അപ്പോൾ അത് വളരെയധികം ആളുകൾക്ക് അതൊരു യൂസ്ഫുൾ ആകും. അപ്പോൾ നമുക്ക് ഈ മെത്തേഡിലും ചെയ്ത് നോക്കാം. അപ്പോൾ തന്നിട്ടുള്ളതാണ് 21-ാം പദവും 30-ാം പദവും തമ്മിലുള്ള അംശബന്ധം 3:4. നമുക്കറിയാം 21-ാം പദം അത് കാണാനുള്ള ഫോർമുല എന്താണ്? നമുക്കറിയാം a + n - 1 × d. a + n എന്ന് പറയുന്നത് എന്താണ്? 21. അപ്പോൾ n മൈനസ് ആകുമ്പോൾ അത് 20 ആവും. 20d. അതേസമയം 30-ാം പദമാണെങ്കിൽ a + 29d. റൈറ്റ്? അതെന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇവയുടെ അംശബന്ധം 3:4. അതായത് 21-ാമത്തെ നമ്പർ 3x ആയാൽ 30-ാമത്തെ നമ്പർ 4x ആയിരിക്കും. അതായത് 3:4. അടുത്തെന്താണ് പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ കണ്ടുപിടിക്കാനുള്ളത് ആദ്യത്തെ 10 ടേമുകളുടെയും ആദ്യത്തെ 31 ടേമുകളും തുകയും തമ്മിലുള്ള അംശബന്ധം. റൈറ്റ്? അതായത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്, ഇപ്പോൾ ഫോർമുല രൂപത്തിൽ എഴുതുകയാണെങ്കിൽ നമുക്കറിയാം തുക കാണാനുള്ള ഫോർമുല എന്താണ്? n/2 × 2a + n - 1 × d ആണ്. അപ്പോൾ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ n ടേംസിൻ്റെ സം കാണാൻ പറഞ്ഞുള്ള ഫോർമുലയാണ് n/2 × 2a + n - 1 × d. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്കൊരു എയുടെ വാല്യൂ ഡിയുടെ വാല്യൂ കാണണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നോക്കുമ്പോൾ നമുക്കൊന്ന് എടുത്തെഴുതാം. ആദ്യം ഞാൻ എഴുതുന്നത് ആദ്യം എഴുതുന്നത് 13 എഴുതി. അതായത് a + 29d = 4x. അടുത്ത് a + 20d = 3x. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് മൈനസ് ചെയ്ത് നോക്കാം. മൈനസ് ചെയ്യുമ്പോൾ a - a 0 ആകും. 29 - 20 എത്രയാണ്? 9d = ഇതിനെ മൈനസ് ചെയ്യുമ്പോൾ കിട്ടും 4x - 3x, അതായത് x. 4x ൽ നിന്ന് 3x പോകുമ്പോൾ 1x. അപ്പോൾ d = x/9 എന്ന് കിട്ടി. റൈറ്റ്? അടുത്ത് നമുക്ക് ഇതുപോലെ എയുടെ വാല്യൂ കിട്ടണം. നമുക്ക് ഈ രണ്ടാമത്തെ നമുക്ക് ഏത് ഇക്വേഷൻ എടുക്കാം? ഇതെടുക്കാം. ഈ ഇക്വേഷൻ എടുക്കുമ്പോൾ അതിൽ ഡിയുടെ സ്ഥാനത്ത് x/9 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ a + 20 × x/9 അല്ലേ? അത് നമുക്ക് അല്പം കൂടെ സിംപ്ലിഫൈ ചെയ്ത് 20/9 x എന്ന് എഴുതാം.
ഈക്വൽ ടു 3x. ഇതിനെഴുതുമ്പോൾ a ഈക്വൽ ടു 3x മൈനസ് 20/9x. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സ് എടുത്തു, റിമൈൻ വരുന്നത് എന്താണ്? 27 മൈനസ് 20, അതായത് 7/9. അപ്പോൾ എയുടെ വാല്യൂ ഡിയുടെ വാല്യൂ നമുക്ക് കിട്ടി, റൈറ്റ്. അപ്പോൾ ഡിയുടെ വാല്യൂ x/9 എന്ന് കിട്ടി, എയുടെ വാല്യൂ 7/9 × x എന്നും കിട്ടി. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ 10 നമ്പറുകളുടെ തുകയും ആദ്യത്തെ 31 നമ്പറുകളുടെ തുകയും തമ്മിലുള്ള അംശമെന്ത്. ഇവിടെ എഴുതുമ്പോൾ ആദ്യത്തെ 10 നമ്പറുടെ തുക അതെങ്ങനെ എഴുതാം? ഫോർമുല n/2 ആണ്. അപ്പം n എന്ന് പറയുന്നത് 10, n/2 × 2a പ്ലസ് n-1 × d. ഇത് അംശബന്ധമാണ്. എന്തിൻ്റെ? ആദ്യത്തെ 31 നമ്പറുകളുടെ, അതായത് 31 എന്നുള്ളത് n എന്ന് പറയുന്നത് 31/2 2a പ്ലസ് n-1 × d, റൈറ്റ്. ഇനി നമുക്കിതിനെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 10/2 ഇവിടെ ചെയ്യുമ്പോൾ 2a ആണ്. എയുടെ സ്ഥാനത്ത് 7/9x. അപ്പം 2 × 7/9x പ്ലസ് n-1, അതായത് 9. ഡിയുടെ സ്ഥാനത്ത് x/9 ഈസ് ടു 31/2 2a 2 × 7/9x പ്ലസ് n-1 എന്ന് പറയുമ്പോൾ 30 d എന്ന് പറയുന്നത് x/9 ഇനി എന്നെ സിംപ്ലിഫൈ ചെയ്യുക. ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 ക്യാൻസൽ. ഇനി ഇവിടെ നോക്കുമ്പോൾ എക്സിൻ്റെ ടൈം ക്യാൻസൽ ചെയ്യാൻ പറ്റും. എക്സ് ഇവിടെ എക്സ് ക്യാൻസൽ, ഇവിടെയും എക്സ് ക്യാൻസൽ. ഇനി നോക്കുമ്പോൾ നമുക്കിവിടെ ഉള്ള താഴെയുള്ള എല്ലാ 9നെയും ക്യാൻസൽ ചെയ്യാൻ പറ്റും. 9 ക്യാൻസൽ, ഇവിടെ 9 ക്യാൻസൽ, ഇവിടെ 9 ക്യാൻസൽ. അടുത്ത റിമൈൻ വരുന്നത് എത്രയാണ്? ബ്രാക്കറ്റിന് പുറത്ത് ഒരു 10 ഉണ്ട്. 7 2 14, 14 പ്ലസ് 9 23. 31 × 10 2 5 പ്രാവശ്യം, 14 2 7 പ്രാവശ്യം, 30 2 15 പ്രാവശ്യം. പിന്നെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 23 × 5, അതായത് 115 ഈസ് ടു 15 7 22, 22 × 31 682. 115 ഈസ് ടു 682. തന്നിരിക്കുന്ന ഓപ്ഷനിൽ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊരു സ്പീഡ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: എ
125 meters long train is moving at 30 km per hour. It will cross a lamp post on the platform in option A 12 seconds, option B 13.5 seconds, option C 15 seconds and option D 5.1 second. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, എ 125 meters long train is moving at 30 km per hour. 125 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 30 km/h വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഇറ്റ് വിൽ ക്രോസ് എ ലാമ്പ് പോസ്റ്റ് ഓൺ ദ പ്ലാറ്റ്ഫോം ഇൻ. അങ്ങനെയെങ്കിൽ പ്ലാറ്റ്ഫോമിലുള്ള ഒരു ലാമ്പ് പോസ്റ്റ് ഈ ട്രെയിൻ മറികടക്കാൻ എത്ര സമയമെടുക്കും? ഓക്കെ, അപ്പോൾ തന്നിട്ടുള്ളതാണ് ഒരു ട്രെയിനിൻ്റെ നീളം, അത് 125 മീറ്ററാണ്. അടുത്ത് തന്നിട്ടുള്ളത് ആ ട്രെയിനിൻ്റെ വേഗത എന്ന് പറയുന്നത് അത് മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു ലാമ്പ് പോസ്റ്റ് മറികടക്കാൻ ആ ട്രെയിൻ എത്ര സമയമെടുക്കും? തന്നിട്ടുള്ള വാല്യൂസ് എന്താണ്? ഫസ്റ്റ് തന്നിട്ടുള്ളത് ലെങ്ത് ഓഫ് ട്രെയിൻ. ലെങ്ത് ഓഫ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 125 മീറ്ററാണ്. അടുത്ത് തന്നിട്ടുള്ളതാണ് ആ ട്രെയിനിൻ്റെ സ്പീഡ്. ആ ട്രെയിനിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 30 km/h ആണ്. അടുത്തിൽ ശ്രദ്ധിക്കാനുള്ള പ്രധാന കാര്യം എന്താണ്? ഓപ്ഷൻസ് തന്നിട്ടുള്ളത് സെക്കൻഡിലാണ്. റൈറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ യൂണിറ്റുകൾ ഈക്വൽ ആക്കുക. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ട്രെയിനിൻ്റെ ലെങ്ത് തന്നിട്ടുള്ളത് 125 മീറ്ററിലാണ്, പക്ഷേ സ്പീഡ് തന്നിട്ടുള്ളത് km/h. നമുക്ക് ആൻസറിൻ്റെ ഓപ്ഷൻ തന്നിട്ടുള്ളത് സെക്കൻഡിലാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാനുള്ളത് സ്പീഡിനെ മീറ്റർ/സെക്കൻഡിലാക്കുക. നമുക്കറിയാം km/hലുള്ള ഒരു വാല്യൂവിനെ മീറ്റർ/സെക്കൻഡിലാക്കാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്കറിയാം km/hലുള്ള വാല്യൂവിനെ മീറ്റർ/സെക്കൻഡിലോട്ടാക്കാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതെങ്ങനെയാണ് വന്നത്? ഇപ്പോൾ km/hനെ മീറ്റർ/സെക്കൻഡിലോട്ട് എങ്ങനെ ആക്കും നോക്കാം. ഇപ്പോൾ km/h, കിലോമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര മീറ്റർ ചേരുമ്പോഴാണ് ഒരു കിലോമീറ്റർ? നമുക്കറിയാം 1000 മീറ്റർ ചേരുമ്പോഴാണ് ഒരു കിലോമീറ്റർ. അതുപോലെ ഒരു അവറിൽ എത്ര സെക്കൻഡ് ഉണ്ട്? ഒരു അവറിൽ 60 മിനിറ്റ്. ഓരോ 60 മിനിറ്റിലും 60 സെക്കൻഡ് കാണും. അപ്പോൾ 60 × 60 സെക്കൻഡ്. നമുക്ക് പിന്നെ സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. 0 0 ക്യാൻസൽ, 0 0 ക്യാൻസൽ. 6ൽ 2 3 പ്രാവശ്യം, 10ൽ 2 5 പ്രാവശ്യം. അപ്പോൾ റിമൈനിങ് എത്രയാണ്? 5 ഇവിടെ 6 × 3 അതായത് 18. നമ്മൾ ഈ 5/18 കൊണ്ടാണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതായത് അപ്പോൾ നമ്മൾ പഠിക്കാനുള്ളത് km/hനെ മീറ്റർ/സെക്കൻഡിലോട്ടാക്കാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ അതുപോലെ തിരിച്ചു ചോദിക്കുകയാണ്, മീറ്റർ/സെക്കൻഡിനെ കിലോമീറ്ററിലാക്കാനെന്ന് ചോദിച്ചാൽ തിരിച്ചു ചോദിക്കുകയാണ്, മീറ്റർ/സെക്കൻഡിനെ നമുക്ക് കിലോമീറ്റർ/ആക്കണം. അങ്ങനെയെങ്കിൽ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ എക്സാമിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഡൗട്ട് വരാം, 5/18 ആണോ 18/5 ആണോ? ആ ഡൗട്ട് മാറാൻ ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഇവിടെ ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് ആ കൺഫ്യൂഷൻ മാറി കിട്ടും. റൈറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ചെയ്യാനുള്ളത് എന്താണ്? km/hനെ മീറ്റർ/സെക്കൻഡിലാക്കണം. അപ്പോൾ ഇവിടെ ചെയ്യാനുള്ളത് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. റൈറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമുക്കറിയാനുള്ള ബേസിക് ഫോർമുല എന്താണ്? സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. റൈറ്റ്. ഇതാണ് നമുക്കറിയാനുള്ള ഫോർമുല. ഇതിൽ തന്നിട്ടുള്ള വാല്യൂ എന്താണ്? സ്പീഡ് 30 km/h ആണ്. 30 km/h
അതിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലാക്കുമ്പോൾ എന്ത് ചെയ്യണം? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഡിസ്റ്റൻസ് എന്താണ്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കിവിടെ ക്രോസ് ഹിയർ എന്താണ്? ഒരു ലാമ്പ് പോസ്റ്റാണ്. അപ്പോൾ അതിന് വേറെ അതിൻ്റെ ബ്രെഡ്ത്തോ അങ്ങനെ ഒന്നും കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ട്രെയിനാണ്, റൈറ്റ്? അപ്പോൾ ട്രെയിനിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 125 മീറ്ററാണ്. ടൈമാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. നമ്മൾ ടി എന്ന് കൊടുത്തു. ഇനി ഇതിനെ നമുക്ക് നോക്കാം. ടി ഈക്വൽ ടു 125. ഇതിന് നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ളത് റൈറ്റ് സൈഡ് പോകുമ്പോൾ എന്ത് ചെയ്യും? ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആവും, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആവും, റൈറ്റ്? അപ്പോൾ അവിടെ നോക്കുമ്പോൾ 18 ഡിവൈഡ് ബൈ 13 ഇൻറ്റു 5. ഇനി നമ്മളത് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ 5 6 5 30, 12 5 2 പ്രാവശ്യം, റിമൈനിങ് 2, 25 5 5 പ്രാവശ്യം. 5 കൊണ്ട് 25 ക്യാൻസൽ ചെയ്യുക. 25 5 5 പ്രാവശ്യം. അടുത്ത 6 6 1 പ്രാവശ്യം, 18 6 3 പ്രാവശ്യം. റിമൈനിങ് വരുന്നതാണ് 5 ഇൻറ്റു 3, അതായത് 15 സെക്കൻഡാണ് ആ ട്രെയിൻ ആ ലാമ്പ് പോസ്റ്റ് മറികടക്കാനുള്ള സമയം. തന്നിരിക്കുന്ന ഓപ്ഷനിൽ സി ആണ് ആൻസർ.